ആര് കുടിച്ചാലാണ് കുടുംബത്തിന്റെ ബഡ്ജറ്റ് താളം തെറ്റുന്നത്? ആര് കുടിക്കാതിരുന്നാലാണ് സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് താളം തെറ്റുന്നത്? മദ്യം വിഷമാണ്, ഇപ്പോൾ അതൊരു വിഷയവുമാണ്. മലയാളിയുടെ വർത്തമാനകാലത്തിന് വർത്തമാനം, കേരള സമിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ദേശീയപാതയുടെ 500 മീറ്റർ പരിധിയിൽ മദ്യശാലകൾ പാടില്ലെന്ന് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് മുന്നിൽ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒരു ജനക്ഷേമ സർക്കാർ മദ്യശാലകൾക്ക് വേണ്ടിയാണോ നിൽക്കേണ്ടത്, മദ്യശാലകൾ ഒഴിവാക്കാൻ വേണ്ടിയാണോ നിൽക്കേണ്ടത്? സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കേരള സമിറ്റ് ഉയർത്തുന്നു പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ. എന്താണ് ഈ സർക്കാരിന്റെ മദ്യനയം? 105 ദിവസങ്ങൾ കൊണ്ട് നടപ്പാക്കാൻ പറ്റാത്ത സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ 3 മാസത്തെ സാവകാശം കൂടി ആവശ്യപ്പെടുന്നതിന്റെ യുക്തി എന്താണ്? സുപ്രീം കോടതി വിധി അനുസരിച്ച് ദേശീയപാതയോരത്തു നിന്നും 500 മീറ്റർ അകലേക്ക് മദ്യഷോപ്പുകൾ സ്ഥാപിക്കുന്നതിൽ എന്താണ് തടസ്സം? മദ്യ ഉപഭോഗം കുറയ്ക്കണമെന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റുന്നതിന് സർക്കാരിന് മുന്നിലുള്ള തടസ്സം എന്താണ്? ഈ 4 ചോദ്യങ്ങളുമായി കേരള സമിറ്റ് അന്വേഷിക്കുന്നു. കള്ളിൽ വിറയ്ക്കുന്നു ഈ സർക്കാർ. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നവരെ പരിചയപ്പെടുത്തുന്നു. CITU ചെത്തുതൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ശ്രീ ചന്ദ്രശേഖരൻ PA, കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ EHD കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MP ആദം മുൽസി, ബാറുടമയും വ്യാപാരി വ്യവസായി എറണാകുളം ജില്ലാ സമിതി അംഗവുമായ ശ്രീ ജോണി കുര്യാക്കോസ്, അഡ്വക്കേറ്റ് MS സജി, കേരള മദ്യനിരോധന സമിതി വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ചിന്നമ്മ, മദ്യനിരോധന മഹിളാവേദി സംസ്ഥാന സെക്രട്ടറി EHD പത്മിനി, ഒപ്പം പൊതുജനങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഇപ്പോ കേരളത്തിൽ കാണുന്ന ഈ ബിവറേജ് കോർപ്പറേഷന്റെ ചുരുക്കം ചില മദ്യഷോപ്പുകൾക്ക് മുന്നിലെ നീളൻ ക്യൂ ക്രമസമാധാന പ്രശ്നം തകരാനിടയാക്കുന്ന വിധത്തിലെ സാമൂഹിക പ്രശ്നമായി മാറാൻ പോകുന്നുവെന്ന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്ത് ചെയ്യാൻ പോകുന്നു ഉടനെ? ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയിൽ 3 മാസത്തെ സാവകാശം ആവശ്യപ്പെടാനാണ് മന്ത്രിസഭ തീരുമാനിച്ചതെന്നാണ്. ശരിയാണോ? കള്ള് ഷാപ്പിന്റെ മുന്നിൽ ക്യൂ ഇല്ല, അത് തിരുത്തണം. മദ്യഷോപ്പുകൾ ഷാപ്പിന്റെ മുന്നിൽ എല്ലാം കള്ളിനെ ഉൾപ്പെടുത്തരുത്. കള്ള് ഷാപ്പുകളെ എന്നുള്ളത് ഉൾപ്പെടെ എല്ലാവരും മദ്യം കഴിച്ചാലും വിദേശ മദ്യം കഴിച്ചാലും എന്ത് കഴിച്ചാലും കള്ള് കുടിച്ചു എന്നൊരു രീതി വരുന്നുണ്ട്. അത് രണ്ടാണ്. ഈ കള്ളിന് മദ്യം ഒരു അപമാനമായി, കള്ളിന് മദ്യം ഒരു അപമാനമായി. അബ്കാരി ആക്ടിൽ കള്ള് ഉൾപ്പെടുന്നുണ്ടോ? അത് 1905 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആക്ടാ. പക്ഷെ അതിപ്പോഴും തുടരുന്നു. ആ ആക്ടില് അമെന്റ്മെന്റ് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ശരിയാണ്. കള്ളും മദ്യവും അബ്കാരി ആക്ടിൽ ഒന്നാണ്. അപ്പൊ അത് ഞാൻ തിരുത്തണ്ട. അത് തിരുത്താൻ വേണ്ടി ഒരുപാട് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വരാം പറയാൻ കാരണം വെച്ചാല് ഇത് മുഗൾ റോത്ത്. ഞാൻ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ സാഹചര്യം പറയുന്നത് കള്ള് ഷാപ്പിനെ സംബന്ധിച്ചിടത്തോളം 36,000 തൊഴിലാളികൾ രജിസ്ട്രേഷൻ ചെയ്ത് തൊഴിലെടുത്ത് വരുന്നതാണ്. ഒരു വർഷം 100 കോടി രൂപയാണ് അംശാദായി അടയ്ക്കുന്നത് ക്ഷേമനിധി ബോർഡിൽ. 16,000 തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആകെ അതിൻ്റെ നിക്ഷേപം ഈ പെൻഷനും കാര്യമെല്ലാം കൊടുക്കാൻ വേണ്ടി 2,200 കോടി രൂപ നിക്ഷേപമുള്ള ഏറ്റവും കേരളത്തിലെ പഴക്കമുള്ള ഒരു വ്യവസായമാണ് കള്ളിയത്ത് വ്യവസായം. അങ്ങനെ വരുന്ന സമയത്ത് സുപ്രീം കോടതി എന്ന് പറയുന്നത് കോടതി ഈ വിഷയത്തിൽ ജഡ്ജിമാർ പല സംസ്ഥാനങ്ങളിലുള്ളവരാണ്. അവരതിനെ വിദേശ മദ്യത്തെയും കള്ളിനെയും ബീറിനെയും വൈൻ പാർലറുകൾ ഒരേ രീതി കണ്ടത് ഈ രാജ്യത്തിൻ്റെ എന്താണ് വ്യത്യസ്തത എന്ന് പഠിക്കുന്നതിൽ നിയമജ്ഞന്മാർ പരാജയപ്പെട്ടിരിക്കുന്നു. നിലവിൽ കള്ളു ഷോപ്പുകളും അബ്കാരി ആക്ടിന്റെ പരിധിയിൽ വരും എന്നുള്ളത് കൊണ്ട് സുപ്രീം കോടതി വിധി കള്ളു ഷോപ്പിനും ബാധകമാണ്. അത് ബാധകമാക്കിയത് ഭയാനകമായിട്ടുള്ള. അപ്പോൾ എന്റെ സംശയം, അങ്ങയുടെ നിലപാട് കള്ളു ഷോപ്പിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി മദ്യശാലകൾ മാറ്റണമെന്നാണോ? മറ്റു ബീറ് വൈൻ അതിൽ ഒരു ബീറിൽ 20 തൊഴിലാളി പണിയെടുക്കുന്നുണ്ട്. വൈൻ ഷോപ്പിലും ഇതേപോലെ 20-25 തൊഴിലാളികൾ പണിയെടുക്കുന്നത്. അടിസ്ഥാനമായി തൊഴിൽ നഷ്ടം എന്നുള്ളത് പ്രധാനം. 10,52,000 തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട് ഈ വിധിയുടെ ഭാഗമായിട്ട്. ഒരു മിനിറ്റിൽ 4 പേർ ഇന്ത്യയിലെ വാഹനാപകടങ്ങളിൽ മരിക്കുന്നുവെന്നും അതിൽ 2 പേർ മദ്യം കഴിച്ചാണ് മരിക്കുന്നതെന്നുള്ളൊരു പഠനം കൂടി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, കാളവണ്ടി യുദ്ധത്തിലല്ല നമ്മളുള്ളത്. 1 കോടി വാഹനമാണ് കേരളത്തിൽ ഓടുന്നത്. 40 ലക്ഷം ഓടാനുള്ള റോഡില്ല കേരളത്തിൽ. ഇതാണ് തൊഴിൽ നഷ്ടമാണ് സർക്കാരും പറയുന്ന പ്രധാനപ്പെട്ട 3 നഷ്ടങ്ങളിൽ. സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള തടസ്സമായി പറയുന്ന 3 നഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തൊഴിൽ നഷ്ടമാണ്. വരുമാന നഷ്ടം അവിടെ ഇരിക്കട്ടെ, 5,000 കോടി. അതിനുശേഷമുള്ള സമാധാനത്തിന്റെ നഷ്ടം അവിടെ ഇരിക്കട്ടെ, ക്രമസമാധാന പ്രശ്നം. പക്ഷേ ചന്ദ്രശേഖരൻ ഇന്നത്തെ ചർച്ചയിൽ ആവർത്തിച്ചു പറയുന്നത് സുപ്രീം കോടതി വിധി തൊഴിൽ നഷ്ടമുണ്ടാക്കും. ആ തൊഴിൽ നഷ്ടമുണ്ടാക്കുന്ന വിധി അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ്. 86-ൽ ഉദയഭാനു കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഈ 3 കാര്യങ്ങളായിരുന്നു. മദ്യനിരോധനം നടപ്പിലാക്കിയാൽ എങ്ങനെയാണ് തൊഴിൽ നഷ്ടം പരിഹരിക്കുക, റവന്യൂ കമ്മി എങ്ങനെ പരിഹരിക്കും, അതുപോലെ അനധികൃത മദ്യനിർമ്മാണം എങ്ങനെ തടയും.
ഉദയഭാനു തന്നെയാണ് ചോദിച്ചത്. കോഴിക്കോട് അതിന് ഉത്തരം പറഞ്ഞത് ഞാനാണ്. ഞാൻ ഉദയഭാനു സാറിനോടും അന്ന് CITയുടെ സുധാകരൻ, അതുപോലെ മുൻ മന്ത്രിയായിരുന്ന പ്രഭാകരൻ അവർകൾ, ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വീക്ഷണത്തിൽ തൊഴിലെന്ന്? അത് ഞാൻ ഇദ്ദേഹത്തോടും ചോദിക്കാൻ പോവുകയാണ്. അവസാനം ആരും ഉത്തരം പറഞ്ഞില്ല. എന്നോട് ഉദയഭാനു പറഞ്ഞു, എന്നാൽ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെ ദ്രോഹിക്കാതെയും ചൂഷണം ചെയ്യാതെയും ഒരാൾ ജീവിതത്തിന് കണ്ടെത്തുന്ന ഉപാധിയാണ്, അത് മാത്രമാണ് തൊഴിൽ. അങ്ങനെ പറയുമ്പോൾ മദ്യനിർമ്മാണ തൊഴിലാളികൾ തൊഴിലാളികളെ അല്ല. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കുറേ തൊഴിലാളികളില്ലേ, അവരെ നാം പുനരധിവസിപ്പിച്ചേ മതിയാവൂ. അതിന് അന്ന് ഉദയഭാനു കമ്മീഷൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞത് ഗാന്ധിയുടെ ഒരു മറുപടിയാണ്, നീര ഉണ്ടാക്കുക. പത്തിയൂർ ഗോപിനാഥൻ കൊടുത്ത പ്രോജക്റ്റ് അനുസരിച്ച് കേരളത്തിൽ 10 ലക്ഷം തെങ്ങ് ചെത്തിയാൽ ഒരു ദിവസം നീര കോർപ്പറേഷൻ ഉണ്ടാക്കിയാൽ ഞാൻ പറയുന്നു, ഏത് വേദിയിലും പറയാൻ തയ്യാറാണ്, 175 പേർക്ക് ഒരു പഞ്ചായത്തിൽ ജോലി കൊടുക്കാം, 1,75,000 പേർക്ക് കേരളത്തിൽ ജോലി കൊടുക്കാം. ഇതിന് ഒരു മറുപടി എഴുതി കൊടുത്തിട്ടൊന്നും ഒരു മന്ത്രിയും പറഞ്ഞു. വളരെ പെട്ടെന്ന് ചന്ദ്രശേഖരൻ മറുപടി, അതിനുശേഷം ബാക്കി പാനലിസ്റ്റിലേക്ക് വരാം. ഉദയഭാനു സാറ് ഗാന്ധിയനാണ്, അത് തെറ്റല്ലല്ലോ. അദ്ദേഹം മദ്യനിരോധനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളാണ് പ്രൊഫസർ. എനിക്ക് അതിൽ അഭിപ്രായത്തില്ല. അദ്ദേഹം ഉദയഭാനു EMS മഹാനായ EMSനോട് ചോദിച്ചു, ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി PK വാസുദേവനോട് ചോദിച്ചു, ചാരായം നിരോധിച്ച AK ആന്റണിയോട് ചോദിച്ചു, K കരുണാകരനോട് ചോദിച്ചു. ഈ ജീവിച്ചിരുന്ന മുഖ്യമന്ത്രിമാരെല്ലാം പറഞ്ഞത് നിയമം മൂലം മദ്യനിരോധനം നടപ്പിലാക്കാൻ കഴിയില്ല. വളരെ വ്യക്തമായി പറഞ്ഞു. അങ്ങനെയാണ് ഉദയഭാനു പറഞ്ഞ്, കള്ളിനെ പ്രോത്സാഹിപ്പിക്കണം, വീര്യം കൂടിയ മദ്യത്തെ പടിപടിയായിട്ട് കുറയ്ക്കണം. അതൊക്കെ റിപ്പോർട്ട് പക്ഷേ ശ്രീ ചന്ദ്രശേഖരൻ, ചാരായം നിരോധിച്ചപ്പോഴും ഇതേ വാദങ്ങൾ മുന്നോട്ട് വെച്ചു. തൊഴിൽ നഷ്ടമുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നീട് അധികാരത്തിൽ വന്ന LDF സർക്കാർ ചാരായ നിരോധനം പുനഃസ്ഥാപിച്ചില്ലല്ലോ. ആ വിഷയം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അല്ല, രണ്ടും ഒരേപോലെയാണ്. അന്നത്തെ തൊഴിൽ നഷ്ടവും ഇന്നത്തെ മദ്യശാലകളിലെ തൊഴിൽ നഷ്ടവും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? പൂട്ടിപ്പോയി, കശുവണ്ടി കാരപ്പുറം അണ്ടിക്കമ്പനി പൂട്ടിപ്പോയി, ആയിരക്കണക്കിന് വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി. അവരെ മുഴുവൻ എന്ത് ചെയ്യുന്ന ഇത് പറഞ്ഞോ, പണി കൊടുത്തോ? അതുകൊണ്ട് ഒരു സ്ഥാപനം പൂട്ടിക്കഴിഞ്ഞാൽ പണം മുടക്കി, ഗവൺമെന്റ് പണം മുടക്കി വേറെ ഇതൊരു തൊഴിലേ അല്ല എന്നാണ് EHD മാസ്റ്റർ പറയുന്നത്. എന്താണ് ഇതിനകത്ത് UDFന്റെ നിലപാടെന്ന് അറിയാൻ വേണ്ടി പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പല മാധ്യമങ്ങളിലും സമീപിച്ചപ്പോഴും ഒറ്റ നിലപാടാണ്, സുപ്രീം കോടതി വിധിയിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കുന്നതല്ല എന്നതാണ് ഇപ്പോൾ UDFന്റെ നയം. എന്ന് വെച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് 500 മീറ്ററിന് അപ്പുറത്തേക്ക് മദ്യശാലകൾ മാറ്റുന്നതിന് തടസ്സമില്ലെന്നാണ്. ഏറെ സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്ത് ഏറെ അഭിനന്ദനാർഹമായ ഒരുപാട് പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ ആ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുകയും ഇക്കാര്യത്തിൽ സുധീര വിരുദ്ധ മദ്യനയം കൊണ്ടുവരികയും ചെയ്തു. ഒരിക്കലുമല്ല, സുധീര വിരുദ്ധ മദ്യനയം എന്നതിനപ്പുറത്ത് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന തീരുമാനങ്ങൾ ആ മേഖലയിൽ ഉണ്ടാക്കാൻ UDF ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രായപരിധിയുടെ കാര്യത്തിൽ, പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെ സ്വാഗതാർഹം, കേരളത്തിൻ്റെ പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയപ്പോൾ അവരാദ്യം പറഞ്ഞത് മദ്യനയം ഞങ്ങൾ തിരുത്തി എഴുതുമെന്നുള്ളതാണ്. പക്ഷേ ഇക്കാലം അത്രയായിട്ടും മദ്യനയം പ്രഖ്യാപിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ ഞങ്ങളത് പ്രഖ്യാപിക്കാമെന്നുള്ളതാണ്. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ അധിക സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ദേശീയപാതയോരത്ത് നിന്ന് മദ്യശാലകൾ മാറ്റി മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കണം, മറ്റൊരു സ്ഥലത്ത് പുനഃസ്ഥാപിക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ദേശീയപാതയോരത്ത് നിന്ന് മാറ്റാമെന്നാണ്. 500 മീറ്റർ അപ്പുറമാകാം. ദേശീയപാതയോരത്ത് നിന്ന് മാറ്റണം എന്ന് പറയുന്നതിന് അർത്ഥം മറ്റൊരു സ്ഥലത്ത് മാറ്റണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറയുന്നതിന് അർത്ഥം മറ്റൊരു സ്ഥലത്ത് പുനരധിവസിപ്പിക്കണമെന്ന് പറയും. ഞാനിവിടെ പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ചില ഒളിച്ചുകളികൾ നടത്തുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ കോടതി വിധി ഉണ്ടായതിനു ശേഷം സർക്കാരിൻ്റെ തന്നെ ചില സംവിധാനങ്ങളിലേക്ക് ബോധപൂർവം ഇത് അടിച്ചേൽപ്പിക്കാനുള്ള CDA പോലെയുള്ള സ്ഥാപനങ്ങളുടെ ബിൽഡിങ്ങുകളിലേക്ക് മാറ്റി പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വലിയ ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി വിധി വരുമ്പോഴും, ഹൈക്കോടതി വിധി നിങ്ങളുടെ കാലത്ത് ഭരണകാലത്ത് വന്നപ്പോഴെടുത്ത തീരുമാനം എന്തായിരുന്നു? ഹൈക്കോടതി വിധി എന്താ പറയുക? ദേശീയപാതയോരത്ത് നിന്നും പാതയോരങ്ങളിൽ നിന്നും മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് UDF എടുത്ത തീരുമാനം എന്താ? അങ്ങനെ ഒറ്റയടിക്ക് മാറ്റാനാവില്ല, ഘട്ടം ഘട്ടമായി മാത്രമേ മാറ്റൂ. അങ്ങനെ ആദ്യത്തെ 10% ബീഫ് കോർപ്പറേഷനുകൾ മാറ്റി പാതയോരത്ത് നിന്നും. അങ്ങനെയല്ലേ മാത്രമല്ല, പറഞ്ഞ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണെങ്കിൽ അത് നടത്തുന്ന കാര്യത്തിൽ UDF ഗവൺമെന്റ് ആത്മാർത്ഥ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലേറിയപ്പോൾ ഭരണകൂടങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഈ 10% ഔട്ട്ലെറ്റുകൾ അടച്ചു നിർത്തുന്നതിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു. ഞാനിതിനെ രാഷ്ട്രീയമായി നോക്കി കാണാനല്ല, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ ഇതൊരു വലിയ സാമൂഹ്യ വിപത്താണ്. നമ്മളിത് 500 പരിധിക്കപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ
ഇതിൻ്റെ പ്രത്യാഘാതം എത്രത്തോളം ഇല്ലാതാകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആശങ്കകൾ നിലനിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം അപകടങ്ങൾ, റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു. പാതയോരങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങൾ കൂടുതൽ അപകടങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ പക്ഷേ ഗുജറാത്തിലെ കണക്ക് നമ്മളെ തോൽപ്പിക്കുന്നത് അവിടെയാണ്. ഗുജറാത്തിൽ അങ്ങീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിരോധനം വളരെ സജീവമായിട്ടുണ്ട്. റോഡ് അപകടവുമുണ്ട്, മദ്യപാനവുമുണ്ട്. അവിടെ മയക്കുമരുന്ന് ലോബികളുടെ വലിയ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ LDF-നെ സംബന്ധിച്ചിടത്തോളം ആ മദ്യനയം വളരെ വ്യക്തമാണ്. അതിലൊരു തർക്കമില്ല കാര്യത്തില്. മദ്യവർജനമാണ്. കാരണം ശ്രീബുദ്ധന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. BC 5000 ഉണ്ടായിട്ട് മദ്യം. ഇത് മനുഷ്യനുണ്ടായ കാലം മുതൽ 10,000 കൊല്ലക്കാലത്തെ ചരിത്രമെടുത്താൽ മനുഷ്യന്റെ സുഖത്തിന് വേണ്ടി മനുഷ്യൻ അന്നത്തെ പ്രാകൃത മദ്യവും ആധുനിക മദ്യവും ഉപയോഗിച്ചു വന്നുള്ള ഒരു വസ്തുവാണ്. അതുപോലെ തന്നെ ശ്രീബുദ്ധൻ പറഞ്ഞു, അല്ല ഇങ്ങനെ വികാരം കൊള്ളല്ലേ, ശ്രീബുദ്ധൻ തന്നെ പറഞ്ഞെന്താ, മനുഷ്യനെ കൊല്ലരുത്, മൃഗങ്ങളെ കൊല്ലരുതേ പറഞ്ഞുള്ളൂ ശ്രീബുദ്ധൻ. BC 360 അന്ന് അദ്ദേഹം പറഞ്ഞു ചണ്ടാല ഭിക്ഷയ്ക്ക് എന്നുള്ള കാവ്യം എഴുതാൻ വേണ്ടി കുമാരനാശൻ തയ്യാറ് ജാതിവാസി മതങ്ങൾക്ക് ഇന്ന് വരെ ജാതി ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. പിന്നെന്തിനാണ് സാർ ഈ മദ്യവർജനം നിങ്ങളുടെ നയമാക്കി? മദ്യവർജനം എന്ന് പറയുന്നത് കുടുംബങ്ങളിൽ നിന്ന് ഉയർന്നു വരണം. സിനിമയിൽ സീന് കാണിക്കാൻ പാടില്ല. മദ്യം ഒരു സീനെ അടുത്തിരുത്തുന്നു, മദ്യം കൊടുന്നു വെക്കുന്നു. എന്താണ് അതിന്റെ സന്ദേശം ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നത്? ചുരുട്ട് ചുണ്ടിൽ വെച്ച ചെഗുവേരയുടെ ചിത്രം വയ്ക്കാൻ പറ്റൂ? ചെഗുവേരയുടെ കാലമല്ലേ ഇക്കാലം? ഇതേ സിമ്പൽ അല്ലേ സിനിമ കാണിക്കുന്നത്? ഇതേ സീനല്ലേ? എന്ത് സീന്? ചുരുട്ട് വെച്ചിരിക്കുന്ന ചെഗുവേരയുടെ ചിത്രം പുകവലിക്കാരനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയല്ലേ? ഉണ്ടാക്കി വെക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യണം. ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് വിചിത്രമാണ്. ഇത് എന്തിനു ഉപയോഗിക്കുന്നതാണ് ഈ സാധനം എന്നാണ് നമുക്കറിയാത്തത്. പാടില്ല, ഉണ്ടാക്കുകയും വിൽക്കുകയും വേണം. അതിവിചിത്രമായ ഈ വാദഗതി ആരോട് പറയേണ്ടതാണ് എന്നതാണ് നമുക്ക്. മദ്യവർജനം എന്ന് ഉദ്ദേശിക്കുന്നത് യുവതലമുറ വീട്ടിൽ വെച്ച് അച്ഛനും മക്കളും എല്ലാം കൂടി ഇരുന്ന് കുടിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് സാർ ഇടതും വലതുമായ ഭരണകൂടങ്ങൾ പ്രോത്സാഹനം നൽകി പരിശീലിപ്പിച്ച ഒരു ദുശീലത മന്ത്രവാദം വലിച്ചാലേ വെളിച്ചപ്പാട് ഇളകി എന്ന് പറഞ്ഞ പരിപാടി പറ്റില്ല. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. വെളിച്ചപ്പാട് ഇളകി എന്ന രീതി ശരിയല്ല. ഞാൻ മിണ്ടാതിരിക്കും. ഞാൻ പറയുന്നത് വെച്ചാല് മനുഷ്യനുണ്ടായ കാലം മുതൽ മദ്യം ഉണ്ടായിട്ടുണ്ട്. കേരള സർക്കാരിന് മുന്നിലുള്ളത് വലിയൊരു പ്രതിസന്ധിയാണോ? മദ്യശാലകൾ മാറ്റാൻ കഴിയാതെ നെട്ടോട്ടമോടുകയും കുരുക്കിലാവുകയും ചെയ്തു കേരള സർക്കാർ. ഇടവേളയ്ക്കു ശേഷം കേരള സമിറ്റ് അന്വേഷിക്കുന്നു. തിരിച്ചു വരാം. മദ്യശാലകൾ മാറ്റുന്ന കാര്യത്തിൽ കള്ളിൽ കൈ പൊള്ളുന്നുണ്ടോ, കൈ വിറയ്ക്കുന്നുണ്ടോ കേരള സർക്കാർ എന്നാണ് കേരള സമിറ്റ് അന്വേഷിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തുടരുകയാണ്. മദ്യം എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് മലയാളി ഒളിച്ചോടിയിട്ട് കാര്യമില്ല. മദ്യം ഒരു യാഥാർത്ഥ്യമാണ്, വിപത്തുമാണ്. ആ യാഥാർത്ഥ്യമുണ്ട്, അതിലുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ 10,438 കോടി രൂപ ഒരു വർഷം കേരള ഗവൺമെന്റിന്റെ വരുമാനമാണ് മദ്യത്തിൽ നിന്ന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഒളിച്ചു വെക്കാൻ UDF ഗവൺമെന്റിനോ LDF ഗവൺമെന്റിനോ സാധ്യമല്ല. മെക്സിക്കോയിലും ചിലിയിലും നാർക്കോട്ടിക് പ്രോഡക്റ്റുകൾ വിറ്റാൽ ഇതിനേക്കാൾ കൂടുതൽ തുക കിട്ടും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇവിടെ മദ്യം നിരോധിച്ചിട്ടില്ല. ഇവിടെ മദ്യം ഉൾഭാഗത്തേക്ക് മാറ്റണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മദ്യത്തിന്റെ ഗുണവശങ്ങളോ ദോഷവശങ്ങളോ ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ല. എനിക്ക് തോന്നുന്നു കേരള സർക്കാർ സുപ്രീം കോടതിയിൽ വീണ്ടും അപ്രോച്ച് ചെയ്തിരിക്കുന്നു. സുപ്രീം കോടതിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ ഈ വരുമാനം ഉപയോഗിച്ചാണ് ഞങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഞങ്ങൾക്ക് 3 എനിക്ക് സജിയുടെ സേവനം ഈ ഘട്ടത്തിൽ വേണം സാർ. ഈ ഒരു വിചിത്രമായ വാദം നിലനിൽക്കുമോ? അതായത് സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ കള്ളു വിൽപ്പനയിലൂടെയാണ് എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 47 നിലനിർത്തിക്കൊണ്ട് എങ്ങനെ സാധിക്കും? അതായത് ഭരണകൂടം ഘട്ടം ഘട്ടമായി തന്നെ മദ്യ ഉപഭോഗം കുറപ്പിക്കണം എന്ന് പറയുന്ന ഭരണഘടനാ ദൗത്യം സ്റ്റേറ്റിൽ ഏൽപ്പിച്ചിരിക്കെ. പ്ലീസ് അഡ്വക്കേറ്റ്. ഒന്നാമത് തന്നെ നമ്മൾ ഇപ്പോൾ നടന്ന ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിലല്ല സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. 2004 നാഷണൽ ഹൈവേയുടെ റോഡ് സേഫ്റ്റി കൗൺസിൽ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു. പാതയോരങ്ങളിൽ നിന്നും ദേശീയപാതകളിൽ നിന്നും മദ്യഷാപ്പുകൾ മാറ്റി സ്ഥാപിക്കണം. അപകടങ്ങൾക്ക് വളരെയധികം ഇത് കാരണമാകുന്നു. ഒരു ഡേറ്റ വെച്ചിട്ടൊരു കണക്ക് 2004 ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു. അത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ കേന്ദ്ര റോഡും നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും ഒക്കെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. 7th ഷെഡ്യൂൾ സ്റ്റേറ്റിന് സ്റ്റേറ്റ് ഹൈവേസ് ഓണർ, നാഷണൽ ഹൈവേസിന് നാഷണൽ ഹൈവേ ഓണർ.
അപ്പോൾ 2004 മുതൽ ഹൈവേയുടെ തീരങ്ങളിൽ നിന്നും മദ്യഷാപ്പുകൾ മാറ്റണമെന്നുള്ള റെക്കമെൻഡേഷൻ ശക്തമായി ദേശീയ തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു, പാലിക്കപ്പെട്ടില്ല. 2013 3 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരാൻ തുടങ്ങി. അതിനെതിരെ ടാസ്മാക്, തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, നമ്മുടെ ഈ ബ്യൂറേഴ്സ് മാതിരിയുള്ള തമിഴ്നാട്ടിലെ മദ്യ വിൽക്കുന്ന സ്ഥാപനവും മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. അത് ബാലു എന്ന ആൾക്കെതിരെ കക്ഷിയാണ്. അതേ സമയത്ത് തന്നെ ഇതേ സമാനമായ വിധി പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ നിന്നുണ്ടായി, ദേശീയ പാതയോരങ്ങളിൽ നിന്നും. അതൊക്കെ സ്റ്റാറ്റിക്സ് വെച്ചിട്ടാണ്. ഈ 2 വിധിക്കുമെതിരെ സുപ്രീം കോടതി കൊടുത്ത അപ്പീലിൻ്റെ വിധിയാണ് 2016 ഡിസംബർ മാസം 15-ാം തീയതി വന്നിട്ടുള്ളത്. ഇത് ഒരു സംസ്ഥാനങ്ങളുടെയും മദ്യത്തിൻ്റെ പോളിസിയെ സംബന്ധിച്ചുള്ള വിധിയല്ല. 101% റോഡ് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളുമായി ബന്ധപ്പെട്ട ഡേറ്റാസിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ടുള്ള വിധിയാണ്. ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട മാതിരി ഒരു ഗവൺമെൻറ്റിൻ്റെയും അബ്കാരി പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു വിധിയല്ല സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 14 വർഷമായി നടക്കുന്ന ചർച്ചയുടെയും റെക്കമെൻഡേഷൻ്റെയും ഭാഗമായി നടന്നു വന്നിട്ടുള്ള വ്യവഹാരങ്ങളുടെ അന്തിമ വിധിയാണ്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഈ വിധി 3 മാസത്തേക്ക് കൂടി നീട്ടിക്കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ പോയിരിക്കുന്നതിൽ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റവന്യൂ നഷ്ടമാണെങ്കിൽ അത് നിലനിൽക്കുമോ എന്നതാണ് ചോദ്യം. റവന്യൂ അതിനു മുമ്പൊരു കാരണമുണ്ട്. 2011-12 കാലം മുതൽ കേരളത്തിലെ അബ്കാരി പോളിസി മാറാൻ തുടങ്ങി. പിന്നീട് അത് എങ്ങനെയാണ് പ്രൊഹിബിഷനിലേക്ക് വന്നതെന്നുള്ളതൊക്കെ നമുക്കറിയാം. അതൊന്നും പെട്ടെന്ന് സ്റ്റേറ്റ് നന്നാക്കാൻ വേണ്ടി ഉണ്ടായ പോളിസിയൊന്നുമല്ല, ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളായിരുന്നല്ലോ. 2011-2012 കാലത്തിൽ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് പറയുന്നത് റവന്യൂ വരുമാനം എന്ന് പറയുന്നത്, അബ്കാരി എന്ന് പറയുന്നത് റവന്യൂ വരുമാനമായി കാണാൻ കഴിയില്ല എന്നാണ് 11-12 കാലത്തെ അബ്കാരി പോളിസി. അതുകൊണ്ട് ഷാപ്പുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് വരണം. മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം റവന്യൂ വരുമാനമല്ല എന്നൊരു ഗവൺമെൻറ് പോളിസി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് അന്നത്തെ ഗവൺമെൻറ് എടുത്തുകൊണ്ട് ഈ പോളിസി മാറുന്നില്ല. കാരണം ഒരു ഗവൺമെൻറ് യഥാകാലങ്ങളിലെ പോളിസികൾ തുടർന്നുകൊണ്ടേയിരിക്കും, നിലനിൽക്കില്ല. പക്ഷേ ഈ ചന്ദ്രശേഖരൻ പറഞ്ഞ തൊഴിൽ നഷ്ടമോ? തൊഴിൽ നഷ്ടം തീർച്ചയായിട്ടും ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതിന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതൊരു റൈറ്റായിട്ട് കാണാൻ കഴിയില്ല, റൈറ്റ് ടു ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആയിട്ട് കാണാൻ കഴിയില്ല. ആർട്ടിക്കിൾ 301 പ്രകാരമുള്ള റൈറ്റ് ടു ട്രേഡ് ആൻഡ് കൊമേഴ്സ് അല്ല മദ്യവ്യാപാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഉപോത്പലവുമായി സുപ്രീം കോടതി നിങ്ങൾ മുമ്പേ ചൂണ്ടിക്കാണിച്ച പോലെ അവലംബിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 47 ആണ്. 47 എന്ന് പറയുന്നത് നിർദ്ദേശ തത്വങ്ങൾ, ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിൽ പറയുന്നുണ്ട് ഘട്ടം ഘട്ടമായി പ്രോഹിബിഷൻ, മദ്യനിരോധനം കൊണ്ടുവരാനുള്ള ശ്രമം ഗവൺമെന്റുകൾ ചെയ്യണം. വളരെ കൃത്യമാണ്. 3 മാസം പോയിട്ട് ഇന്ത്യയിൽ തടഞ്ഞിട്ടില്ലല്ലോ സർ. 3 മാസം പോയിട്ട് 3 ദിവസം പോലും ഈ വിധി സുപ്രീം കോടതി റദ്ദ് ചെയ്യാനുള്ള സാധ്യത കുറവാണെന്ന് ഒരു സാധ്യതയില്ല. ചെയ്യും അല്ലെങ്കിൽ റദ്ദ് ചെയ്യില്ല എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞു യാഥാർത്ഥ്യം. അതായത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് സാർ പറഞ്ഞു, കേരളത്തിലെ വരുമാനത്തിന്റെ 4/1 മദ്യത്തിൽ നിന്നാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ മദ്യത്തിൽ നിന്നുള്ള വരുമാനം നിന്നാൽ സർക്കാരിന് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ കാര്യമാണ്. യാഥാർത്ഥ്യത്തിൽ ഒളിച്ചോടിയിട്ട് കാര്യമുണ്ടോ? വരുമാന നഷ്ടം കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ മുന്നോട്ട് പോക്കിന് തടസ്സമാകുന്നത് കൊണ്ടാണ് ഈ 3 മാസം നീട്ടി ചോദിക്കുന്നത്. അങ്ങനെ ആ സർക്കാർ, ആഭ്യന്തര വകുപ്പ്, പോലീസ് പിടിക്കുന്ന കള്ളന്മാർ, ആ കള്ളനെ 3-4 മാസം ആ കുടുംബം പോറ്റാൻ വേണ്ടി ഇതേ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ അനുവദിക്കുമോ? ഒറ്റ കാര്യം ഞാൻ നമ്മൾ മദ്യത്തെ പറ്റി പറയുമ്പോൾ ഉടനെ കള്ളന്മാരെ പറ്റി പറയാം. മദ്യം ഉപയോഗിക്കുന്നു. അപ്പോ മദ്യത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഏറ്റവും നെഗറ്റീവായിട്ട് കമ്പയർ ചെയ്ത കാര്യമില്ല. മദ്യം എന്ന യാഥാർത്ഥ്യം നമ്മുടെ ലോകമുണ്ടായ കാലം തൊട്ട് മദ്യം ഉപയോഗിക്കുന്നുണ്ട്. ഈ മദ്യം എവിടെയും സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് നിയന്ത്രണ വിധേയമായിട്ട് ചെയ്യണം. സുപ്രീം കോടതി പോലും ഇപ്പോൾ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. സുപ്രീം കോടതി മദ്യം വേണ്ട, മദ്യം വിപണനം ചെയ്യരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. മദ്യം 500 മീറ്ററിനകം അപ്പുറത്തേക്ക് മാറ്റി വെക്കണം. റോഡിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇന്നത്തെ ചർച്ച നമ്മൾ മദ്യത്തിന്റെ
ദോഷവശങ്ങളോ അതുകൂടി ഗുണവശങ്ങളോ ചർച്ചയുടെ ഭാഗമായിക്കോട്ടെ. കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറയുന്ന വരുമാനം, കേരളത്തിൽ നിന്ന് ഇത്രയും കോടി രൂപ വരുമാനം ഉണ്ടെന്ന് പറയുന്ന 5000 കോടിക്കാർ, ഈ 5000 കോടി വരുമാനം ഉണ്ടാകുമ്പോൾ എത്ര കോടി മധ്യ മുതലാളിമാരുടെ പോക്കറ്റിലേക്ക് പോകുന്നുണ്ട്? മാക്ഡോവൽ കമ്പനിക്കും മറ്റു കമ്പനികൾക്കും. മറിച്ച് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് സാധാരണക്കാരന്റെ പണമല്ലേ കൊണ്ടുവന്ന് തൊഴിലാളികളല്ലേ ഈ 5000 കോടി കൊടുക്കുന്നത്? അത് അവരുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ അത് അവരുടെ കുടുംബത്തിനുണ്ടാവൂലേ? ആ കാര്യത്തിലെ മധ്യവ്യാപാരികളുടെ ലാഭം അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കുന്ന ലാഭം ഒക്കെ അന്വേഷിക്കാനായിട്ട് ഇവിടെ വേറെ ഏജൻസി ഉണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരന്വേഷിക്കട്ടെ മധ്യവ്യാപാരികൾ എത്ര രൂപ നിന്ന് ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അത് ദോഷമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ, അതിനൊക്കെ വേറെ ഏജൻസി ഉണ്ട്. അതല്ല നമ്മുടെ വിഷയം. മധ്യവ്യാപാരികൾ ഉണ്ടാക്കുന്ന ഈ പണം പാവപ്പെട്ട ആളുകൾ 1 കിലോ അരി വാങ്ങാൻ വേണ്ടി കുഞ്ഞുങ്ങളും ഭാര്യമാരും വീട്ടിൽ പട്ടിണി കിടന്നിട്ട് അങ്ങനെയാണ് കള്ളുഷാപ്പിലേക്ക് ഈ പണം കൊണ്ടുതരുന്നത്. ആ പണമാണ് വ്യാപാരിയുടെ കയ്യിൽ ലാഭം ഉണ്ടാക്കുന്നത്. ഗവൺമെന്റ് ലാഭം ഉണ്ടാക്കി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങേക്ക് കൂടിയുള്ള ചോദ്യമാണ്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ ഗ്രാമത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ തുടങ്ങിയാൽ വൻ പ്രക്ഷോഭം ഉണ്ടാവുന്നു. അത് വേറെ അല്ല സർ. അപ്പൊ ആ സ്ത്രീകളും കുട്ടികളും അതിനെതിരെ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത് കള്ളുഷാപ്പിന്റെ മുന്നിൽ ഒരു 10 ലിറ്റർ കാച്ചിയ പാല് പഞ്ചസാര ഇട്ട് വെച്ച് വൈകുന്നേരം വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരും. പറയട്ടെ, 10 ലിറ്റർ കള്ള് അവിടെ വെച്ച് കഴിഞ്ഞാൽ ക്ഷണം നേരം കൊണ്ട് തീരും. ജനങ്ങൾക്കറിയാം പാലാണ് നല്ലതെന്ന് ജനങ്ങൾക്കറിയാം. അതാണ് മദ്യത്തിന്റെ സ്വാധീനം. ആ സ്വാധീനം കള്ള് മദ്യത്തിൽ നിന്ന് എടുത്തു മാറ്റണം എന്നാ പറയുന്നത്. അപ്പൊ ഈ പാലും മദ്യവും കള്ളും ഒന്നാണോ എന്ന് എനിക്ക് ചോദിക്കാം. സഹോദരി, ഞാൻ പറയട്ടെ, അത് നമ്മൾ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. എന്താണെന്നറിയോ, ഈ പാലും കള്ളും ഈ വെയിൽ കൊണ്ട് ഈ ക്യൂ നിന്ന് മദ്യം കഴിക്കുന്ന ഇല്ലാണ്ടായ കഴിയിൽ ഞാൻ അതിലേക്ക് വന്നപ്പോഴേ തടഞ്ഞത്. മഹാന EMS പറഞ്ഞു, നീ 3 മേഖലയിൽ തിരുകൊച്ചി മേഖലയിലും മദ്യം നിലനിർത്തി സമരത്തിന്റെ ഭാഗമായി മലബാറിലും തിരുവിതാംകൂറിലും മദ്യം നിരോധിച്ചു. മദ്യം നിരോധിച്ച സമയത്ത് ഈ നിരോധിച്ച മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അനധികൃത മദ്യം ഉണ്ടായത്. സ്കൂൾ കുട്ടികളാണ് അടുത്ത വാദം. അതായത് നിലവിൽ സുപ്രീം കോടതി വിധി പാലിച്ചാലോ മദ്യത്തിന്റെ നിലവിലുള്ള ലഭ്യതയ്ക്ക് കുറവ് വന്നാലോ ഏതെങ്കിലും തരത്തിൽ കള്ളക്കടത്തിലൂടെയോ വ്യാജമദ്യമോ മറ്റു നർക്കോട്ടിക്കായുള്ള സബ്സ്റ്റൻസോ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. കാലമായി വ്യാജമദ്യം, ഈ കള്ളും പിന്നെ വിദേശമദ്യവും ബാറും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ എത്രയോ കാലമായി ഇവിടെ മയക്കുമരുന്ന് വസ്തുക്കളും അതുപോലെ തന്നെ പല അനധികൃത മദ്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോഴിവർ പറയുന്നു ബാറ് പൂട്ടിയതിന് ശേഷമാണ് ഇവിടെ കഞ്ചാവ് തുടങ്ങിയ മയക്കു വസ്തുക്കൾ അധികമായത്. ഇത് അന്ന് കാണാതിരുന്ന ഞാൻ 1978 പന്തീരാങ്ക ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പുസ്തകം ഞാൻ തുറന്നു നോക്കിയപ്പോൾ മയക്കു വസ്തുക്കൾ ഇഷ്ടം പോലെ ഞാൻ കണ്ടവളാണ്. അന്ന് ഇതാരും ശ്രദ്ധിച്ചില്ല. മദ്യം കൊടുത്ത് ഈ ജനങ്ങളെ മുഴുവൻ ഇത്തരത്തിൽ മദ്യത്തിൽ നിന്ന് മയക്കുവസ്തുക്കളിലേക്ക് ആക്കി മാറ്റിയത് കൊണ്ടാണ് ഈ മയക്കുവസ്തുക്കളൊക്കെ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. അത് പ്രൊഫസർ പറഞ്ഞത് ഒരു കാരണവശാലും അടിസ്ഥാനപരമല്ല, എതിർക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിൽ വന്ന വാർത്ത ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ വായിക്കാം. Prohibition has led to addiction to drugs. ബീഹാർ ഡോക്ടേഴ്സ് ഫൈൻഡ് ഔട്ട്. ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന സ്റ്റഡിയാണിത്. അതിൻ്റെ ഇതാണ്. നമുക്കറിയാലോ, ബീഹാറിൽ ഏതാനും നാളുകളെ ആയിട്ടുള്ളൂ മദ്യനിരോധം വന്നിട്ടുള്ളത്. അവിടുത്തെ യുവതലമുറയുടെ ഇടയിൽ അതിശക്തമായ ഡ്രഗ്സിൻ്റെ വ്യാപനം വന്നതിൻ്റെ പേരിൽ ബാംഗ്ലൂർ നിംഹാൻസിൽ നിന്നൊരു ടീം പോയിട്ട് അവിടെ ഡോക്ടേഴ്സിനെയും കൗൺസിലേഴ്സിനെയും ട്രെയിൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ പക്ഷേ സാർ കണക്ക് വേറൊരു വിധത്തിലും പറയുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ നർക്കോട്ടിക് സബ്സ്റ്റൻസ് ബന്ധപ്പെട്ട സീസിങ്ങുമായി ബന്ധപ്പെട്ട കണക്കിൽ പറയുന്നത് ആസാമിൽ 100,000 കിലോ ആണെങ്കിൽ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് കേവലം 780 കിലോഗ്രാം മാത്രമാണ്. 780 കിലോഗ്രാം മാത്രമാണ്. അതായത് കേവലം 36 കിലോഗ്രാമിന്റെ വർധനവേ കഴിഞ്ഞ ബാർ നിരോധനത്തിന് ശേഷം വന്നിട്ടുള്ളൂ. ഈ മദ്യം നിരോധിക്കരുത് എന്നല്ല, ആരെങ്കിലും അതിനെ പ്രോത്സാഹിക്കണമെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മദ്യത്തിൻ്റെ അവൈലബിലിറ്റി വളരെ പെട്ടെന്ന് നിൽക്കപ്പെടുന്നൊരവസ്ഥയിൽ അത് മറ്റു മയക്കുമരുന്നുകളിലേക്ക് ഒരുപാട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നാഷണൽ ഹൈവേയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ മദ്യപിച്ചിട്ടാണ് എങ്കിൽ അത് പോലീസിന്റെയും പാട്രോളിംഗും ശക്തിപ്പെടുത്തിയാൽ പോരെ? ഇതാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. അതായത്
മദ്യത്തിന്റെ ലഭ്യത വളരെ പെട്ടെന്ന് ഇനി ഈ വിധി നടപ്പാക്കുന്നത് വഴിയാണെങ്കിലും കുറഞ്ഞു പോയാൽ മറ്റു വഴിയിൽ അവൻ ലഹരി തേടാൻ പോയാൽ അത് ഇതിനേക്കാൾ അപകടകരമാകുമെന്ന് അതൊന്ന് പറഞ്ഞോട്ടെ. 82 നമ്മളുടെ ദുരന്തമുണ്ടായി വൈപ്പിനിൽ, അന്ന് മദ്യം നിരോധിച്ചിട്ടില്ല. മണിച്ചൻ ദുരന്തമുണ്ടാക്കി, മദ്യം നിരോധിച്ചിട്ടില്ല. വാണിയമ്പലത്തും കുറ്റിപ്പുറത്തും ലോകം ഞെട്ടുന്ന മദ്യദുരന്തം ഉണ്ടായി, അന്നേരവും മദ്യദുരന്തം ഉണ്ടായിട്ടില്ല. സർക്കാർ ലേലം ചെയ്ത് കൊടുത്ത സ്ഥാപനത്തിൽ നിന്നാണ് വൈപ്പിൽ നിന്നും വാണിയംകുളത്തും കുറ്റിപ്പുറത്തും മദ്യദുരന്തം ഉണ്ടായത്. ഒന്ന്. രണ്ടാമത് ഇവർ പറയുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്നു. ഈ കുട്ടികളൊക്കെ ബാറിൽ പോയി ക്യൂ നിന്നിട്ട് കിട്ടാത്തതുകൊണ്ടുള്ള നിരാശയിലാണ് കഞ്ചാവ് വലിക്കുന്നത്. എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഞങ്ങളുടെ ഒരു യോഗത്തിൽ പറഞ്ഞു, കേരളത്തിലേക്ക് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് 76% അന്യദേശ തൊഴിലാളികളാണ്. അന്യദേശ തൊഴിലാളികളെ നിർബാധം നിരുപാധികം ഇവിടെ വിലസാൻ വിടുന്ന ഭരണകൂടം. മാത്രമല്ല ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു അന്യദേശ തൊഴിലാളികൾക്ക് സകല ആരോഗ്യരക്ഷയും നിയമപരിരക്ഷയും ഒക്കെ നൽകാൻ പോകുന്നുവെന്ന്. അന്യദേശ തൊഴിലാളികൾ വണ്ടിയിലൂടെ ബസ്സിലൂടെ കഞ്ചാവ് കടത്തുമ്പോൾ മൗനം പാലിക്കുകയാണ്. തന്നെയുമല്ല നമ്മുടെ ഋഷിരാജ് സിംഗ് കള്ളമദ്യം പിടിച്ച കണക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല, കഞ്ചാവ് പിടിക്കുന്ന കണക്കേ പറഞ്ഞിട്ടുള്ളൂ. ഈ കഞ്ചാവ് പുതിയ തലമുറയിലേക്ക് എത്തുന്നത്, ഞങ്ങൾ 82-ൽ ഒരു പദയാത്ര നടത്തിയവനാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക്. അന്ന് പറഞ്ഞു വിദ്യാലയങ്ങളുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കാൻ ഇതുവരെ ഒരു ഗവൺമെൻറ് സമഗ്രമായി ചേർത്തിട്ടില്ല. കുട്ടികൾ കുടിക്കാതെ വലിക്കാതെ നിന്നുപോയാൽ അബ്കാരികൾ പട്ടിണിയാകുമെന്നും അതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് കാശ് കിട്ടുകയിലുമാണ് ഇടത് വലത് മുന്നണി. പറയുന്ന മദ്യം ഒരു മൗലിക അവകാശമായി ഭരണഘടനയിൽ ഒരു ഭാഗത്തും പറയുന്നില്ല. പിന്നെ എന്തിനു വേണ്ടി ഞങ്ങളിപ്പോൾ ചെറുപ്പക്കാരെ മദ്യത്തിന്റെ അടിമകളാക്കി മാറ്റുന്നു? ഞങ്ങൾക്ക് അറിയേണ്ട ചോദ്യം അതാണ്. നിങ്ങളിപ്പോഴത്തെ മദ്യ ലോബികളും അതോടൊപ്പം തന്നെ മദ്യത്തെ സുഹൃത്താക്കി മാറ്റുന്ന ആൾക്കാരും മാത്രമാണ് ഇത്തരം രീതികൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അതിന് മറുപടി ഞാൻ പറയാം. മദ്യവ്യാപാരം ഞങ്ങൾക്ക് മദ്യവ്യാപാരം ചെയ്തേ പറ്റൂ എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായി ലൈസൻസ് എടുത്ത് മദ്യവ്യാപാരം ചെയ്യുന്ന ആളുകളാണ്. ഗവൺമെന്റിന് ദീർഘവീക്ഷണമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമയം തന്നിട്ട് 5 വർഷമോ 2 വർഷമോ 3 വർഷമോ സമയം തന്നിട്ട് വേണം നിങ്ങളുടെ മദ്യവ്യാപാരം നിർത്തണമെന്ന് പറയാനായിട്ട്. അത്രയേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. മദ്യത്തിലൊരു വിപത്തുണ്ട്. മദ്യനിരോധനം പൂർണ്ണമായിട്ട് നടപ്പാക്കിയ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അത് പരാജയമാണെന്നും മദ്യം ഒഴിച്ചുള്ള മറ്റുള്ള ലഹരി വസ്തുക്കളിലേക്ക് പോകുന്നു എന്നും വ്യക്തമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. 2004 സർക്കാർ നമ്മോട് സുപ്രീം കോടതി പറഞ്ഞതാണ് ദേശീയ പാതയോരത്തുള്ള മദ്യഷാപ്പുകൾ പാടില്ലെന്ന്. ഇന്നിപ്പോ 2017 സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി അല്ല പറഞ്ഞത്, നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ 2017 എന്നിട്ട് ഈ ദേശീയ പാതക്കരികിൽ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഞാനിപ്പോ ശ്രദ്ധിച്ചൊരു സത്യം പറയട്ടെ സർ, നിത്യ ആംബുലൻസ് വല്ലാതെ ശബ്ദമുണ്ടാക്കി അതിലൂടെ ഇതിൽ ആർക്കും തർക്കമില്ല. മദ്യപിച്ചുണ്ടാകുന്ന വാഹനാപകടത്തിന്റെ കണക്ക് സുപ്രീം കോടതിയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റ് വളരെ കൃത്യമായിട്ടുണ്ട്. മദ്യശാലകൾ മാറ്റുന്ന വിഷയത്തിൽ കേരള സർക്കാരിന്റെ കൈ വിറയ്ക്കുന്നുണ്ടോ എന്നാണ് കേരള സമിതി അന്വേഷിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തുടരും. തിരിച്ചു വരാം. കേരള സമിതി അന്വേഷിക്കുന്നു മദ്യശാലകൾ 500 മീറ്റർ പരിധിക്കപ്പുറത്തേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ സംഭവിക്കും. അങ്ങ് പറഞ്ഞല്ലോ കുറച്ച് വർഷത്തിന് സാവകാശം തന്നതിന് ശേഷം ഈ കച്ചവടം മാറ്റി സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണമെന്ന്. 14 വർഷത്തിന്റെ അല്ലെങ്കിൽ 13 വർഷത്തിന്റെ സാവകാശം സുപ്രീം കോടതി നിങ്ങൾക്ക് സർക്കാരുകൾ വഴി നൽകി. എന്നിട്ടും എന്റെ സംശയം സുപ്രീം കോടതിയിലെ ഈ കേസ് വരുന്നത് 3-4 മാസം മുമ്പാണ്. സുപ്രീം കോടതി പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്, ഇന്ത്യ മൊത്തം പറയണില്ല, ഇവിടെ വാഹനാപകടം ഉണ്ടാകുന്നു, നാഷണൽ ഹൈവേയിൽ വാഹനാപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ നിയന്ത്രിക്കാനായിട്ട് കേരള ഗവൺമെൻറ് എല്ലാ ഗവൺമെൻറ്റുകളും ശക്തമായ നടപടിയെടുക്കുകയും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. 99% ആളുകളും ഇന്ന് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. അപ്പം മദ്യം വിപത്തായി മാറുന്നിടത്ത് നിയന്ത്രണമാണ് വേണ്ടത്. പൂർണ്ണമായ കള്ളിനെ പറ്റി പറഞ്ഞ ഞാൻ കള്ളുണ്ടാക്കുന്ന വ്യക്തിയാ. ഈ OP രാമൻ റോഡില് മദ്യഷാപ്പ് ഉണ്ടായിട്ട് അത് പൂട്ടിക്കാൻ വന്നു. എന്റെ കള്ള് ഇപ്പൊ ഞാൻ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ലീവ് ചെയ്യുന്നു. ഈ പൂട്ടിക്കാൻ വന്ന ആള് 5 ലിറ്ററും 10 ലിറ്ററും വാങ്ങിക്കൊണ്ടുപോയി കുടിക്കുന്നുണ്ട്. എത്ര പിഞ്ചു മക്കളെ കൊല്ലിനി ഈ ദുഷ്ടന്മാർ കുടിച്ചിട്ട്. അപ്പൊ ഈ മദ്യം വാങ്ങിട്ട് തന്നെയല്ലേ അവരെ ലഹരി പോണത്.
ഈ ചെറിയ മക്കൾക്ക് എന്താ പറയുക 4 വയസ്സായ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത്, 95 വയസ്സായ ക്യൂ നിന്ന് കുടിച്ചും കാര്യം ഈ പണി ചെയ്യുന്നത്. അത് ഈ മദ്യം കൊണ്ടുണ്ടാകുന്ന അനർത്ഥാണ്. ഇവിടെ ആധുനിക ഗവൺമെന്റുകളെല്ലാം അനധികൃത മദ്യത്തെ നിയന്ത്രിക്കുക എന്നല്ലാതെ യഥാർത്ഥ മദ്യം കിട്ടിയില്ലെങ്കിൽ മനുഷ്യൻ അനധികൃത മദ്യത്തിലേക്ക് പോകും. അത് ലോക ചരിത്രമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രമാണ്, നമ്മുടെ പ്രദേശത്തിന്റെ ചരിത്രമാണ്. ഇങ്ങനെ വരുമ്പോ യഥാർത്ഥ കിട്ടാതാവുമ്പോൾ പറയട്ടെ, ഞാൻ പറയട്ടെ. അതാ ഞാൻ പറഞ്ഞ കേരളത്തിലെ ചരിത്രം പറഞ്ഞു. ഇങ്ങനെ വരുമ്പോ കേരളത്തിൽ കൂടി വരുന്ന ബലാത്സംഗത്തിന് വേശ്യാലം തുടങ്ങാനാണ് പരിപാടി. യഥാർത്ഥ കിട്ടാണ്ടാവുമ്പോൾ മറ്റതിലേക്ക് പോകുന്നതിന് പറയുന്നതിന് അർത്ഥം അതാണോ? മാഷ് പറഞ്ഞു ഈ കള്ള് വ്യവസായ ബന്ധപ്പെട്ട തൊഴിലാളികളല്ലാന്ന്. മാഷക്ക് അത് പറയാം. മാഷക്ക് പെൻഷനായി സുലഭമായി ഞങ്ങളെപ്പോലുള്ള ആളുകൾ പോരാടിയതിന്റെ ഭാഗമായിട്ട് മാഷക്ക് സുലഭമായി പെൻഷൻ കിട്ടിട്ട്. പിന്നെ ഒന്ന് ചിന്നമ്മ ടീച്ചറോടാ. ചിന്നമ്മ ടീച്ചർ പറഞ്ഞു വ്യാജമദ്യം വളരെ കുറവാണ് ഇപ്പൊ. ചിന്നമ്മ ടീച്ചർ താമസിക്കുന്ന തലക്കളത്തൂർ പഞ്ചായത്തിൽ ഒരു വിദേശ മദ്യ ഷാപ്പും പ്രവർത്തിക്കുന്നില്ല. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഇന്നും വ്യാജമദ്യം വിൽക്കുക. എന്തേ ചിന്നമ്മ ടീച്ചർ അവർക്കെതിരായി കൈ ചൂണ്ടാത്തത്? നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നേരെയല്ലാതെ വ്യാജമദ്യക്കാരുടെ അച്ചാരമായി സംസാരിക്കുന്നത്. 33 വർഷമായി എന്നെ പോലെയുള്ളവർ വ്യാജമദ്യത്തിനും സർക്കാർ മദ്യത്തിനും എതിരെ പടപൊരുതുന്നു. സാറിനെ പോലെയുള്ളവർ കള്ളത്തരം പറഞ്ഞ് ഈ വന്നിരിക്കുന്ന നല്ല മനുഷ്യരെ ചതിക്കാൻ ശ്രമിക്കരുത്. ഈ അസത്യ പ്രസ്താവനയൊക്കെ സാറിന് എന്തെങ്കിലും മനസ്സിലാവും. താങ്കളെ പോലെയുള്ളവരുടെ മരുമക്കൾ കുടിച്ച് നശിച്ച് സ്വന്തം വീട്ടിൽ വന്ന് ഛർദിച്ച് സുബോധമില്ലാത്തവനായി മാറുമ്പോൾ ഒരിക്കലും മദ്യനിരോധനത്തിന്റെ എവിടെയെങ്കിലും മദ്യം നിരോധിച്ചിട്ട് പൂർണ്ണമായും മദ്യം നിരോധിക്കപ്പെട്ടിട്ടുണ്ടോ? ഗുജറാത്തിലടക്കം അതില്ല. ഇവിടെ തന്നെ 4 ഇരട്ടി, കേരളത്തിൽ തന്നെ 4 ഇരട്ടി പിന്നെ മയക്കുമരുന്ന് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് കുപ്പിപ്പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഹാനികരമായ മദ്യം വിറ്റിട്ട് വേണം സമൂഹക്ഷേമം നടത്താനുള്ള സംഖ്യ ഉണ്ടാക്കാന്നാണ് ഒന്ന് പറഞ്ഞത്. സത്യമാണ്. മദ്യ നിരോധനത്തിന്റെ ഭാഗമായി 80,000 തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് പകരം ജോലി തരാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. ഏത് ഗവൺമെന്റ്? കേന്ദ്ര ഗവൺമെന്റ് ആയാലും ശരി, സംസ്ഥാന ഗവൺമെന്റ്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റിന് തൊഴിൽ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ സാധാരണക്കാരുടെ കുടുക്ക പൊട്ടിച്ചെടുത്ത് മദ്യവിൽപ്പന നടത്തുകയാണോ? പൊട്ടിച്ചില്ല. അത് ഞാൻ പറയട്ടെ, നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് കുറച്ച് ആളുകൾ സംസാരിക്കും. യാഥാർത്ഥ്യം ഇവിടെ പച്ചക്കറി നിന്ന് ക്യാൻസർ വരുന്നുണ്ട്. ഇവിടെ JCB ഇറങ്ങിയതിന്റെ ഭാഗമായിട്ട് പരിസ്ഥിതി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. JCB നിരോധിക്കണ്ടേ? പൊടി മക്കൾക്കടക്കം മൊബൈൽ വാങ്ങിക്കൊടുക്കുകയാണ് 25,000 50,000 രക്ഷിതാക്കള്. അത് കണ്ട് രാത്രി കോളേജിൽ പഠിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് ബ്ലൂ ഫിലിമാണ് ഇത് കൂടെ കാണുന്ന നെറ്റിൽ കൂടെ. ഇതൊന്നും തടയാതെ ഈ 10-80 ജീവിക്കുന്ന പറയുന്നത് പ്രാകൃതമാണ്. ഇവര് പറയുന്നത് പ്രാകൃതമാണ്, പ്രായോഗികമല്ല. എല്ലാ കാലഘട്ടത്തിലും പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. മൊബൈൽ വാങ്ങിക്കൊടുക്കരുത് മക്കൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കരുത്. ഈ മദ്യവ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവര് മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ പാടുള്ളൂ. ആസാമിൽ നടന്നില്ല എന്നതാണോ കേരളത്തിലെ ജനത മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? കേരളം എല്ലാ കാര്യത്തിലും മുൻപന്തി നിൽക്കുന്ന കേരളം ലോകത്ത് തന്നെ മാതൃക കാണിച്ചു കൊടുക്കാം. കേരളത്തിൽ മദ്യനിരോധനം നടപ്പിലാക്കിക്കൊണ്ട് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അനധികൃത മദ്യം നിർത്തലാക്കാൻ കേരളത്തിൽ സംവിധാനങ്ങളുണ്ട്. എക്സൈസ് വകുപ്പുണ്ട്. അതിനെ കാര്യക്ഷമമാക്കണം. ആയിക്കോട്ടെ, സംവിധാനം കൂട്ടണം. മാത്രമല്ല ജനങ്ങളെ സംഘടിപ്പിക്കണം. ഇതാ ഇപ്പം കുറ്റ്യാടിയിലെ മദ്യഷാപ്പ് ഗ്രാമങ്ങളിലേക്ക് മാറ്റാൻ പോകുന്നു. എല്ലാ സ്ഥലങ്ങളിലും ജനകീയ മുന്നേറ്റമാണ്. ഒരു സ്ഥലത്തും മദ്യഷാപ്പ് അടുപ്പിക്കില്ല എന്നുള്ളൊരു ജനപ്രഖ്യാപനമാണ് അവിടെ കണ്ടു. മദ്യം ഒരു സാമൂഹിക വിപത്താണെങ്കിൽ അത് നിരോധിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റുകളാണ്. ഗവൺമെന്റുകൾ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല? നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. ഗവൺമെന്റ് 40 രൂപ വിലയുള്ള ഒരു കുപ്പി മദ്യം 400 രൂപയ്ക്ക് മാർക്കറ്റിൽ വിൽക്കുന്നു. 40 രൂപ വില കോസ്റ്റുള്ള മദ്യം 400
രൂപയ്ക്ക് വിൽക്കുന്നു. 360 രൂപ ഒരു കുപ്പിയിൽ നിന്ന് ഗവൺമെന്റ് ലാഭം എടുക്കുന്നു. സത്യം അതാണ്. നമ്മൾ സുധീര വിരുദ്ധം എന്ന് കരുതിയ ഒരു മദ്യനയം ഉണ്ടാക്കിയ ഒരു സർക്കാരിനെ ബാറുടമകൾ എന്താ ചെയ്തത്? ഞാൻ പറയുന്നത് ഒറ്റപ്പെട്ട വ്യക്തികളല്ല. ബാർ അസോസിയേഷന്റെ മീറ്റിംഗുകളിൽ നിങ്ങൾ പിരിച്ച തുക കൊണ്ട് നിങ്ങൾ പിരിച്ച തുകകൾ മന്ത്രിമന്ദിരങ്ങളിൽ ഏൽപ്പിച്ചതിന് ശേഷം അത് പുറത്തേക്ക് വിട്ടത് നിങ്ങളിൽ ഒരാളാണ്. സർക്കാരിനെ കുറ്റം പറയരുത്. ഞാൻ പറയുന്നത് മദ്യവ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ എല്ലാ കാലഘട്ടത്തിലും പറയുന്ന കാര്യമാണ്. മദ്യവ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മദ്യം നിരോധിച്ചാൽ അനധികൃത മദ്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അനധികൃത അടൂർ പ്രകാശിന്റെ കാര്യ അല്ലേ പിന്നീട് മദ്യം നിരോധിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, മലയോരങ്ങളിൽ നടക്കുന്ന കല്യാണപ്പറകളിൽ അനധികൃത മദ്യം നാടൻ വാറ്റുചാരായങ്ങൾ ഉണ്ടാക്കല്ലേ? മദ്യവ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മദ്യ നിരോധന നിയന്ത്രണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളിമാടുകുന്നിൽ മാധ്യമ പത്രത്തിന്റെ മുകളിലേക്കുള്ള നാടൻ ചാരായം വാറ്റി ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ? എന്തുകൊണ്ടാണ് നിയന്ത്രിക്കാത്തത്? ഷാപ്പിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്താണ്. പക്ഷെ ഞാൻ ഇന്ന് വരെ മദ്യം കൈകൊണ്ട് കുടിച്ചിട്ടില്ല. ഓരോ മനുഷ്യരും അവൻ തീരുമാനിക്കണം ഞാൻ കുടിക്കണം എന്നുള്ളത്. അല്ലാണ്ട് ആരും അവനെ അടിച്ചേൽപ്പിക്കുന്നില്ല. ബാറിലേക്ക് കള്ള് ഷാപ്പിലേക്കോ ബാറിലേക്കോ ആരും വിളിക്കുന്നില്ല. എല്ലാവരോടും പറയുന്നത് അതേപോലെ. ഞാൻ ചോദിക്കട്ടെ, ഷാപ്പിലുള്ള ഓരോ തൊഴിലാളികളും അവന്റെ ജീവിതമാർഗമാണത്. ഒരു സുപ്രഭാതത്തിൽ അവന്റെ ജീവിതമാർഗം നിന്നുപോയാൽ അവന്റെ കുടുംബം കഷ്ടപ്പെട്ടു പോവില്ലേ? മദ്യം അധികൃതമായാലും അനധികൃതമായാലും ആര് ചെയ്താലും അത് വലിയ സാമൂഹ്യ വിപത്ത് തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ മദ്യവിപണനവുമായി ബന്ധപ്പെട്ട് കള്ള് വ്യവസായവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേതാക്കന്മാരും വ്യാപാരികളൊക്കെ ഇവരിയ്ക്കുന്നുണ്ട്. ഇവരിൽ പലരും ഇത് ഉപയോഗിക്കുന്ന ആളുകളല്ല. ഇവരുപയോഗിക്കാത്ത സാധനം സമൂഹത്തിന് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു നിലപാടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, അടൂർ പ്രകാശ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിനല്ല പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകുമ്പോ അത് അവൻ സ്വയം തീരുമാനിക്കണം. അല്ലാണ്ട് ഞങ്ങളാരും വീട്ടിൽ പോയി ക്ഷണിക്കുന്നോ അല്ല നിങ്ങൾ വരിയെന്ന് പറഞ്ഞൊരു ആ വാക്കുകൾ സുഹൃത്ത് ഒഴിവാക്കണം. ആ വാക്കുകൾ നിങ്ങൾ മാറ്റണം. ഞങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകുമ്പോ ഇത്തരം വിധികൾക്ക് നമ്മുടെ സംവിധാനത്തിൽ ഭരണകൂടം അതിന് ആത്മാർത്ഥമായ പിന്തുണ നൽകുകയാണ് വേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം വിധികൾ ഉണ്ടാകുമ്പോ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നിയന്ത്രണത്തിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാകണം. അതല്ലാതെ നമ്മൾ നിയന്ത്രണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതിനപ്പുറത്ത് വീണ്ടും ഇത്തരം കഥകൾ പറഞ്ഞ് റവന്യൂ നഷ്ടം ഉണ്ടാകുന്നു, ടൂറിസം രംഗത്ത് വലിയ നഷ്ടമുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മദ്യവർജനം എന്ന പേര് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആത്മാർത്ഥമായ സമീപനം കാണിക്കാതെ മദ്യവർജനം എന്നുള്ളൊരു നയം ആത്മാർത്ഥമായിരിക്കണം. അതല്ലാതെ ഓൺലൈനായിട്ട് മദ്യം കൊടുക്കാൻ ഈ സർക്കാർ നേരത്തെ തീരുമാനിച്ചു. വ്യാപക പ്രതിഷേധം ഉണ്ടായപ്പോൾ അത് പിൻവലിച്ചു. കോൺഗ്രസ് അല്ല, മാർക്സിസ്റ്റ് അല്ല, ആരായാലും മദ്യവുമായി ബന്ധപ്പെട്ട് ആര് നിന്നാലും അത് എതിർക്കപ്പെടേണ്ടതാണ്. തർക്കമില്ല കാര്യത്തിൽ. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താ വെച്ചാല്, സ്വന്തം മക്കള് ബിവറേജ് കോർപ്പറേഷന്റെ മുന്നിൽ പോയി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ലൈനിൽ നിന്ന ഈ രണ്ട് അച്ഛന്മാർക്ക് എത്ര മാനസികമായിട്ട് വിഷമുണ്ടാകുമോ? ഒരു സ്വന്തം മോളെ ഒരു മദ്യപിച്ച് റോഡും കൂടെ നടക്കുന്ന ഒരു പുരുഷന് കൊടുക്കാൻ ഇവരാരെങ്കിലും അവരെ മക്കളെ വിടുക? ഈ എന്ത് ഖജനാവിന്റെ പൈസ വലുതാക്കണം എന്ന് പറഞ്ഞ് എന്ത് ഉദ്ദേശത്തിലാണ് ഇവര് ഈ സർക്കാരിന്റെ ഭാഗം കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. വൈകാരികമായ ഇതല്ല വിഷയം. പെൺകുട്ടികളെ ലേശം കഴിക്കുന്ന പുരുഷന്മാരെയാണ് ഇപ്പൊ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറയട്ടെ, ശരിയല്ല, അത് ശരിയല്ല.
ഇന്ന് സ്ത്രീകളെ ഒന്നിച്ച് അപമാനിക്കുന്നത് തുല്യാട്ടോ. സ്ത്രീകളെ അപമാനിക്കുന്നത് തുല്യാണ്. അങ്ങനെ ഒരു അത് പിൻവലിക്കണം. പെൺകുട്ടികളുള്ള അമ്മമാരാ അങ്ങനെ പറഞ്ഞ ശരിയല്ല. മോളെ ഭർത്താവ് കുടിച്ച് നടക്കുക അല്ല മകൻ കുടിച്ച് നടക്കുക. ഞങ്ങൾക്ക് വലിയൊരു മാനക്കേടാണ്. ഗവൺമെന്റിന്റെ തീരുമാനം ഇതാണെങ്കിൽ കള്ളു കുടിച്ച് വരുന്ന കള്ളുകുടിയനാണ് മക്കളെ കൊടുക്കണം എന്നുള്ള ഗവൺമെന്റ് തീരുമാനമാണോ ഇത്? ശ്രീ ചന്ദ്രൻ അങ്ങ് ഈ പറഞ്ഞ വാക്ക് നമുക്ക് സംപ്രേഷണം ചെയ്യണമെങ്കിൽ അങ്ങ് ആ വാക്ക് പിൻവലിച്ചേ പറ്റത്തുള്ളൂ. കാരണം അങ്ങ് ഈ പറഞ്ഞതിന് പിന്നിൽ ഒരു കണക്കുമില്ല. അതായത് കേരളത്തിലെ സ്ത്രീകൾ പെൺകുട്ടികൾ അല്പം കഴിച്ചിട്ട് വരുന്ന പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന വാദം നിരുത്തരവാദപരമാണ്. ഈ സമൂഹത്തിന്റെ ഉൽപ്പന്നമാണ് ഞാൻ. ഈ സമൂഹത്തിലാണ് എന്റെ മക്കൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോ ആ കൊടുക്കുന്ന പുരുഷൻ എന്റെ മകളെ നോക്കാൻ കഴിവുള്ളവരും മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അവൻ മദ്യപാനിയാണെന്ന് ഞാൻ നോക്കാറില്ല. വസ്തുനിഷ്ഠ സാഹചര്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നയിക്കുന്നത്. ആ വസ്തുനിഷ്ഠ സാഹചര്യത്തിൽ മദ്യം കഴിക്കുന്ന സമൂഹമാണെങ്കിൽ അത് പുരുഷൻ കുടിച്ചിരിക്കും. ആ കുടിച്ചിരിക്കുമ്പോ അവൻ നോക്കുന്നുണ്ടെന്ന് ശ്രീ ചന്ദ്രശേഖരൻ അങ്ങീ പറഞ്ഞ വാദത്തെ നിരാകരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. എന്ത് പറയും? അതിൽ ആദ്യത്തത്, അങ്ങീ പറഞ്ഞതിന് പിന്നിൽ ഒരു കണക്കുമില്ല. കണക്കുണ്ട്. എത്ര സ്ത്രീകൾ അങ്ങയുടെ അനുഭവത്തിൽ നിന്ന് അങ്ങയുടെ മകൾക്ക് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ സാർ, അങ്ങയുടെ മകൾക്ക് ഒരു മദ്യപാനിയെ ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് സ്വീകരിക്കും? അല്ല, എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങ് പറഞ്ഞ വാചകം തിരിച്ചു പ്രയോഗിച്ചാൽ അല്പം കഴിച്ചിട്ട് വരുന്നയാളെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ് എന്നുള്ള വാദം നിരുത്തരവാദപരമാണ്, അടിസ്ഥാനരഹിതമാണ്. തിരിച്ചു വരാം. കേരള സമിതി ചെറിയ ഇടവേളയ്ക്ക് ശേഷം കള്ളിൽ കൈ വിറയ്ക്കുന്നുണ്ടോ കേരളത്തിന്? നിങ്ങൾ എന്തിനാണ് അനുകൂലം? മദ്യം നിരോധിക്കാനാണോ അല്ലെങ്കിൽ മദ്യം മുന്നോട്ട് കൊണ്ടുപോകാനാണോ? ഈ സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണ്. ഞാൻ ബാർ നടത്തുന്നുണ്ടെങ്കിൽ സർക്കാർ ലൈസൻസ് കൊണ്ടിട്ടാണ് വ്യാപാരം ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞ കല്യാണവും വിവാഹവും മദ്യപാനവും തമ്മിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 3 പതിറ്റാണ്ടോളമായി അഭിഭാഷകവൃത്തി ചെയ്യുന്ന ഒരാളെന്നല്ല ഞാൻ പറയാം. 100 കണക്കിനായ വിവാഹമോചന കേസിൽ ഭർത്താവിനും ഭാര്യയ്ക്ക് വേണ്ടി ഇടപെട്ട ഒരാളാണ്. അതിൽ നല്ലൊരു ശതമാനം കേസുകളും പെൺകുട്ടികൾക്ക് വേണ്ടി നടത്തിയ വിവാഹമോചന കേസുകളിൽ പ്രധാന കാരണം ഭർത്താവിൻ്റെ മദ്യപാനമായിരുന്നു. അത് ഭർത്താവിൻ്റെ മദ്യപാനമായിരുന്നു. അപ്പം മദ്യം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലും സമൂഹത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലത്തിലും ക്രൈം റേറ്റിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന കാരണഭൂതമായൊരു സംഗതിയാണ്. ഒരു സംശയവും വേണ്ട. ക്രൈം ഇൻഡ്യൂസിങ് ആണ്. പ്രത്യേകിച്ച് സെക്ഷൽ ക്രൈംസ്, റേപ്പ് പോലുള്ള സെക്ഷൽ ക്രൈംസ്, വീട്ടിലെ സമാധാന അന്തരീക്ഷം, അതുപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ മദ്യത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിലൊന്നാണ് ഈ റോഡ് ആക്സിഡൻസിൻ്റെ കാര്യം. മദ്യത്തെക്കുറിച്ചുള്ള വിവാദം ഇന്നും നിലയിൽ തുടങ്ങിയത്. 7 വയസ്സുള്ള കുഞ്ഞിനെ 70 വയസ്സുകാർ അപ്പൂപ്പൻ പീഡിപ്പിക്കുന്നു. ഈ പീഡനം നിത്യേന നമ്മൾ കാണുന്നു. ഇതിന് 70% ഇവിടെ ഒഴുകുന്ന മദ്യമല്ലെന്ന് ഞങ്ങൾ ചോദിക്കുന്നു. അല്ല, മാത്രമല്ല ഇതൊരു വലിയ സ്ത്രീ പ്രശ്നമായിട്ട് നിങ്ങൾ അതിൽ എടുക്കണം. ഈ മദ്യപാനം, പുരുഷനാണ് മദ്യം കുടിക്കുന്നെങ്കിലും ഇത് തീവ്രമായ വേദന അനുഭവിക്കുന്ന സ്ത്രീകൾ ഞങ്ങളാണ്. ഞങ്ങൾ 1-ാം തരം മക്കളെയാണ് പ്രസവിക്കുന്നത്. 10-15 വയസ്സ് വരെ ഞങ്ങളെ കയ്യിലൂടെ അവരെ നന്നായിട്ട് വളർത്തുന്നു. പക്ഷെ സമൂഹത്തിലെത്തുമ്പോൾ അവൾ മദ്യത്തിന് ലഹരിക്ക് അടിമപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? ഈ ഒഴുകുന്ന മദ്യമല്ലേ, അതിന് മാറി വരുന്ന സർക്കാരുകൾ കൂട്ടുനിൽക്കുന്നു. ഇതിന് അറുതി വരുത്തണം. പ്രധാനപ്പെട്ട കാരണം ഒഴുകുന്ന മദ്യമാണ്. മദ്യപാനം 2 തരമുണ്ട്. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്,
ഇറസ്പോൺസിബിൾ ഡ്രിങ്കിങ്. ഈ നിന്നടിക്കുന്ന ചങ്ങാതി ഏത് റെസ്പോൺസിബിളാ? ഇറസ്പോൺസിബിൾ. ഞാൻ പറയട്ടെ, മാന്യമായി മദ്യപിക്കുന്ന ആളുകൾ 95% ഉണ്ട്. 5% ആളുകൾ ചെയ്യുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇവിടെ വിളിച്ചു പറയുകയാണ്. ഈ ബിവറേജിന് മുന്നിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ചങ്ങാതി അയാൾ മാന്യനാണെന്ന് സമ്മതിച്ചാൽ പോലും അയാൾ ചെയ്യുന്ന പ്രവൃത്തി മാന്യ പ്രവൃത്തിയാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ബിവറേജിന് മുമ്പിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നത് നമ്മുടെ ഗവൺമെന്റുകളുടെ പരാജയമാണ്. ഞാൻ പറഞ്ഞു 40 രൂപയുടെ സാധനം 400 രൂപയ്ക്ക് ക്യൂ നിന്ന് വാങ്ങേണ്ട ആവശ്യം എന്താണ് അതിന്റെ ആവശ്യം? മാസ്റ്റർ, സുപ്രീം കോടതി വിധി വളരെ പെട്ടെന്ന് അതിലേക്ക് നമ്മൾ തിരിച്ചു ചർച്ച അവസാനിപ്പിച്ചാൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 500 മീറ്ററിനപ്പുറത്തേക്ക് മദ്യശാലകൾ മാറ്റുന്നു. ആ മദ്യശാലകൾ മാറ്റുന്നതിന് ഇടം കണ്ടെത്താൻ സർക്കാരിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കാര്യം സ്ത്രീകൾ, കുട്ടികൾ ഒക്കെ പ്രതിഷേധത്തിലാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരിന് മുന്നിലുള്ള മാർഗം എന്താണ്? 5000 കോടിയുടെ ധനനഷ്ടമുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ഇത് എവിടെയെങ്കിലും ലോകത്ത് വിജയിച്ചിട്ടോ എന്ന് ചോദിക്കില്ലേ? ലോകത്ത് എവിടെയെങ്കിലും കമ്മ്യൂണിസം വിജയിച്ചിട്ടുണ്ടോ? കൈയടിക്കാനല്ല. എന്നിട്ട് ഞാൻ പറയുന്ന എന്നിട്ടും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടക്കുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ സമൂഹത്തിൽ നിലനിന്ന് കാണാനാണ്. അതുപോലെ ലോകത്തെവിടെയും മദ്യനിരോധനം വിജയിച്ചിട്ടില്ലെങ്കിലും മദ്യനിരോധനത്തിൻ്റെ സൽഫലങ്ങൾ രാജ്യത്ത് കാണാനാണ് ഞങ്ങളും അത് ആഗ്രഹിക്കുന്ന ഗവൺമെന്റും പറയുന്നത് എന്നാ പറഞ്ഞത്. തീർത്ത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകാത്തതുകൊണ്ടുണ്ടായ പ്രശ്നമാണ്. പിന്നെ ഒരു നിയമപ്രശ്നം ചോദിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് ഇത്ര വലിയ ഒരു ഉത്തരവ് കൊണ്ടുവന്നു. 3 ജഡ്ജസാണ് ഈ ഉത്തരവിട്ടിരിക്കുന്നത്. 3 ജഡ്ജസ് ഇന്ത്യ ഒട്ടുക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാവുന്ന ഒരു ഉത്തരവിട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രത്യാഘാതം എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ എല്ലാ ഗവൺമെന്റുകളും വാഹനാപകടം കുറയല്ല, സുപ്രീം കോടതിയിലേക്ക് ഓടിച്ചെന്നിരിക്കുന്നു, ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞ്. അതാണ് പ്രത്യാഘാതം. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. അതല്ല, എന്റെ ചോദ്യം ഇതാണ്. 540 MP-മാരെ നമ്മൾ ഈ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കുന്നുണ്ട്. ഈ പാർലമെന്റ് അല്ലേ ഇത്ര പ്രധാനപ്പെട്ട ഒരു നിയമം ഉണ്ടാക്കേണ്ടതും നടപ്പാക്കേണ്ടതും? എന്തുകൊണ്ട് 3 ജഡ്ജസ്, പഠിത്തത്തിൽ മികവ് കാണിച്ച 3 ജഡ്ജസ്, അവരാണോ ഈ ഇത്രയും വലിയൊരു നിയമം നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടത്? അപ്പൊ ശരിക്കും ഭരണഘടനയുടെ കാവൽക്കാരൻ ജുഡീഷ്യറി തന്നെയാണ്. ജുഡീഷ്യറി അതിൽ വിട്ടു പോകുന്നു എന്ന് സംശയിക്കുന്ന പല നിയമജ്ഞരും പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഇത് ജുഡീഷ്യറിയുടെ ആക്ടിവിസത്തിന്റെ അതിരുകടന്ന ഉദാഹരണം അതായിട്ടാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. ശരിയാണ്. എന്ത് പറയാനുണ്ട്? ഈ വിധിയെ ഭരണഘടനാപരമായി ന്യായീകരിക്കാമെങ്കിലും ഇത്തരം വിധികൾ പാർലമെന്ററി ജനാധിപത്യത്തിൽ ആശാസ്യപരമായ പ്രവണതയല്ല നൽകുന്നത്. കാരണം ഇതൊക്കെ പബ്ലിക് എക്സിക്യൂട്ടീവ് ഗവൺമെന്റിന്റെ പോളിസികളായി മാറേണ്ടതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിധിയോടുകൂടി തന്നെ മറ്റൊരു കാര്യം ചെയ്യാമായിരുന്നു. ആൽക്കഹോൾ ഡ്രൈവിംഗ് അല്ല ആൽക്കഹോളുമായി ബന്ധപ്പെട്ട ക്രൈംസ് ഉണ്ട്. അതായത് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെക്ഷൻ 185 3 മാസം തടവും അല്ലെങ്കിൽ ഫൈൻ. 304 നെഗ്ലിയൻ്റ് ആക്ട് പ്രകാരം ഒരാൾ മരണം സംഭവിച്ചാൽ 2 വർഷം തടവോ ഫൈനോ ബെയിലബിളാണ്, ജാമ്യം കിട്ടാവുന്ന അവസ്ഥ. ഈ നിയമം ഉണ്ടായത് 1861. ഒരു വാഹനം വന്ന് നമ്മുടെ നാട്ടിലെ റോഡിൽ കൂടി ഓടുന്നില്ല. പിന്നെ 15C ഓഫ് അബ്കാരി ആക്ട് 1000-2000 രൂപ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ പോകാവുന്നതാണ്. ഇത്തരം ആൽക്കഹോൾ ബന്ധപ്പെട്ട ക്രൈംസും സംഭവവികാസങ്ങൾക്കുമുള്ള ശിക്ഷ വളരെയധികം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു ആദ്യം കോടതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടിയിരുന്നത്. മറിച്ച് ഈ പോളിസിയിലേക്ക് കയറി കിടക്കുന്നതിന് മുമ്പല്ല. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്കറിയാമല്ലോ 1920 മുതൽ 35 വരെ അമേരിക്കയിൽ മദ്യം നിരോധിച്ചതാണ്. സായിപ്പ് കള്ളവാറ്റ് തുടങ്ങി. അങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ ഉണ്ട്. അതേ 1930 തന്നെ ആൽക്കഹോളിക് അനോണിമസ് എന്നുള്ള പ്രസ്ഥാനം ഉണ്ടായി. ബോധവൽക്കരണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഈ സദസ്സ് ഇത്രയധികം സജീവമായി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഒരു 18 വർഷം മദ്യപാനികളെ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിച്ചതാണ്. ഇപ്പോഴാണ് അവിടെ നിന്ന് മാറിയത്. മദ്യാസക്തി ഒരു രോഗമാണെന്ന് കണ്ടുപിടിച്ചത് 1956-ലാണ്. അതൊരു പ്രാഥമിക രോഗമോ, മുന്നേറുന്ന രോഗമോ, സ്ഥിരമായ രോഗമോ, ചികിത്സിക്കാവുന്ന രോഗമോ, തടഞ്ഞു വെക്കാവുന്ന രോഗമോ. മദ്യപാനം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ഒരു കുടുംബത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും പ്രശ്നമായി വരും. 100 പേര് കുടിച്ചാൽ 10-20 പേരെങ്കിലും അതിന് അഡിക്റ്റാകും. 2 തരം മദ്യപാനികളുണ്ട്. ഒന്ന് സോഷ്യൽ ഡ്രിങ്കർ, മറ്റേ ആൾ അഡിക്റ്റ് എന്ന് പറയുന്നു. ഈ അഡിക്ഷൻ ആരാണ് അഡിക്റ്റ് ആകുക എന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഒരു കൂട്ടരെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. പാരമ്പര്യത്തിൻ്റെ ഘടകമുണ്ടെങ്കിൽ, കുടുംബത്തിൽ മദ്യപാനത്തിൻ്റെ വേരോടുന്നുണ്ടെങ്കിൽ മക്കൾ കുടിച്ചാൽ
അവർ നിയന്ത്രണം വിട്ട് കുടിക്കും. ഈ നിയന്ത്രണം വിട്ട് കുടിക്കുന്ന ആളുകളാണ് മദ്യപാനികൾ അല്ലെങ്കിൽ മദ്യാസക്തർ. അപ്പോൾ എവിടെ ലഭ്യതയുണ്ടോ അവിടെ മദ്യപാനികളുടെ എണ്ണം കൂടും. എവിടെ മദ്യപാനികളുടെ എണ്ണം കൂടുന്നോ അവിടെ അഡിക്റ്റിൻ്റെ എണ്ണം കൂടും. കുടുംബനാഥൻ കുടിച്ചാൽ ഭാര്യയും മക്കളും ഭയങ്കര പ്രയാസത്തിലാവും. ഇതൊരു കുടുംബ രോഗമാണ്. എനിക്ക് ഒരുപാട് സ്ത്രീകളുടെ കണ്ണുനീരും ഞാൻ കണ്ടിട്ടുണ്ട്. കുടിച്ച് ചികിത്സിച്ച് നിർത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും കുടിപ്പിക്കാൻ ആളുണ്ട്. കുടി വേണ്ട എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. സാറ് പറഞ്ഞ പോലെ കൃത്യമായിട്ട് AA മീറ്റിങ്ങിന് ഇത് മാറാ രോഗമാണെങ്കിൽ തീരാത്ത ചികിത്സ, ഇതിന് മരുന്നല്ല. ഇതൊരു ശീലമായതുകൊണ്ട് ബിഹേവിയർ മോഡിഫിക്കേഷനാണ്. നമ്മൾ മരുന്ന് കൊടുക്കുന്നത് കുടി നിർത്തുമ്പോൾ അസ്വസ്ഥത തീരാൻ വേണ്ടി. അപ്പോൾ ഈ AA മീറ്റിങ്ങിനൊക്കെ കൃത്യം വരുന്ന ആളാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മദ്യത്തിൻ്റെ മുമ്പിൽ അവർ അശക്തരാണ്, അവർ പോയി കുടിച്ചു പോകും. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഇതുപോലെ വിവാഹമോചനം, ഒരുപാട് കുടുംബ പ്രശ്നമായിട്ട് ഇന്നലെ എൻ്റെ അടുത്ത് 2 എണ്ണം വന്നില്ല. വളരെ വലിയ പോയിന്റ്. ഒരു മിനിറ്റ്, എപ്പോഴെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ ഫുള്ളായിട്ട് മദ്യപിക്കും. പക്ഷെ ഞാൻ ഇന്നതുവരെ ഒരിക്കൽ മാത്രം ബീർ കുടിച്ചില്ല. ഇതുവരെ ഞാൻ മദ്യം തൊട്ടിക്കില്ല. മദ്യത്തിനെതിരായിട്ട് തന്നെയാണ്. വീട്ടിൽ അത്യാവശ്യം ആൾക്കാർ എൻ്റെ അനിയന്മാർ മദ്യപിക്കും. പക്ഷെ ഞാൻ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല. ഗവൺമെൻറ് എങ്ങനെ നിർത്തും? ഗവൺമെൻറ് ഒക്കെ 60 പൈസയല്ലേ മദ്യം, അതുകൊണ്ട് നിർത്താനാവുമോ? ഒരു ഗവൺമെൻറ് വന്നാലും നിർത്തുമെന്ന് തോന്നില്ല. നമ്മളിവിടുന്ന് വെറുതെ പറയാനല്ലാണ്ട് ഗവൺമെൻറ് ഒരു കാലത്തും ഏത് ഗവൺമെൻറ് ആയാലും നിർത്തുകയില്ല. എത്രയോ വരുമാനമുള്ള പദ്ധതി നിർത്തുകയില്ല. ലഹരി മുക്തി എന്ന് പറഞ്ഞൊരു പരിപാടിയായിട്ട് വിമുക്തി എന്ന് പറഞ്ഞ സർക്കാർ ഒരു പരിപാടിയും കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈ മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞുപോയി 5200 കോടി രൂപ നഷ്ടമാണ് കേരളത്തിന്. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കുടിക്കണം എന്ന് പറഞ്ഞു മറുഭാഗത്ത് സർക്കാർ അത് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി അങ്ങനെ പോകുന്ന ഒരു വിചിത്രമായ ഒരു നിലപാട്. സുപ്രീം കോടതിയുടെ വിധി ഒരു അവ്യക്തമായ വിധിയാണ്. കാരണം സുപ്രീം കോടതിയിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് ഞങ്ങൾ എവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്ന വക്കീൽമാർ ക്രോസ് ചോദ്യം ചോദിച്ചപ്പോൾ ഈ മദ്യം ഏത് മലേൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചാലും ആവശ്യക്കാരവിടെ വരുന്നു സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ 500 മീറ്റർ കഴിഞ്ഞാൽ ഊട് വഴി കൂടിയ ചെറിയ പാതയിൽ കൂടിയൊക്കെ ആ വണ്ടിക്ക് തന്നെ അപ്പുറത്ത് പോയി കുടിക്കാൻ പറ്റൂലേ? മാഡം, നിങ്ങൾ ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മദ്യപിക്കുന്ന ചെറുപ്പക്കാരെ സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. അല്ല, ഒരിക്കലും അല്ല. ക്യൂ നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് വളരെ ദേഷ്യം തന്നെയാണ് തോന്നാറുള്ളത്. പക്ഷെ സാറ് പറഞ്ഞതിന് സമാധാനം സാറ് പറഞ്ഞു തന്നില്ല. എന്തുകൊണ്ടാണ് ഈ മദ്യപിക്കുന്ന ആളെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള സമാധാനം. മദ്യം ഇന്ന് കേരളത്തിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം പോലെയാണ് മിക്ക സ്ഥലത്തും. ജനനം മുതൽ മരണം വരെ എല്ലാ ചടങ്ങുകൾക്കും ഇന്ന് മദ്യമുണ്ട്. ശരിയാണോ? അത് ശരിയാണ്. ശരിയാണോ? ശരിയാണ്. ശരിയാണോ? ശരിയാണ്. നാട്ടിൽ നടക്കുന്നു എന്നുകൊണ്ട് ശരിയാകണമോ? മോഷണം നടക്കുന്നുണ്ട്, ശരിയാണോ? മോഷണമല്ല പറയുന്നത്. ഈ ഇതിന് ജനങ്ങൾ ബോധവൽക്കരിക്കാതെ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ വീടുകളിലേക്ക് ഇത് അടുപ്പിക്കില്ല എന്നുള്ള ബോധവൽക്കരണമാണ് വേണ്ടത്. നിങ്ങളൊക്കെ വീട്ടിൽ ഇവിടെ പറഞ്ഞതല്ലേ അനിയനും ചേട്ടന്റെ മറുപടി അവിടെ ഒരിക്കലും ശരിയല്ല. കാരണം ഞങ്ങൾ വീട്ടിലിരിക്കുന്ന അമ്മ സഹോദരിമാരാരും ഇതിന് കൂട്ടി നിൽക്കില്ല. പുരുഷന്മാരായ നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അരയിലും കയ്യിലും പിടിച്ച് കൊണ്ടുവരുന്നത് മദ്യമാണ്. അത് വീട്ടിലിരുന്ന് എവിടെയെങ്കിലും ഒളിച്ചും വാർത്ത് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് വീട്ടിൽ ഞങ്ങൾ ഇരുന്ന് കണ്ണീരൊഴുക്കുകയാണ്. ഒറ്റവാചകത്തിൽ ഈ സംവാദം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. മദ്യാസക്തിയുള്ള പൗരന്മാർ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ ഐശ്വര്യം എന്നെഴുതുന്ന ഒരു സർക്കാരും ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന സർക്കാരായിരിക്കില്ല. അതുറപ്പ്. വീണ്ടും അടുത്ത ആഴ്ച. അതുവരെ നന്ദി, നമസ്കാരം.